ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിയോട്ടിസിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ്. ഞങ്ങൾക്കൊരു ഫാമിലി ഫങ്ഷൻ ഉണ്ട്, അതിന് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ ജയലക്ഷ്മിയിലേക്ക് വന്നതാട്ടോ ഞങ്ങൾ. സോ ഞങ്ങളിപ്പോൾ അവിടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗായ്സ്, ഞങ്ങളിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. കയറിയപ്പോൾ തന്നെ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്താ സാരി, മറ്റേ ഷർട്ട്, അങ്ങനെ കുറേ ഡ്രസ്സസ് ഉണ്ട്. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കിച്ചു ഇത് അവിടെ ബുക്കൊക്കെ വായിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഫുഡ് തിന്നാൻ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾക്ക് ബോറടിച്ചപ്പോൾ ഞങ്ങൾ ഫോൺ നോക്കിയിരിക്കുകയാണ്. കിച്ചുവിൻ്റെ കുറച്ച് എക്സ്പ്രഷൻസാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അവൻ്റെ ഓവർ എക്സ്പ്രഷൻസ് ആണത്. പിന്നെ ചിറ്റിയും അമ്മയൊക്കെ അവിടെ ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുരിദാറൊക്കെയാണ് അവർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗായ്സ്, ഞങ്ങൾക്ക് ബോറടിച്ചപ്പോൾ ഫോൺ നോക്കി നിർത്തിയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി വെറുതെ വന്നിരിക്കുകയാണ്. കിച്ചനാണെങ്കിൽ നല്ല കുറവായിട്ടോ, അത് അവിടെ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. നേരെ നിൽക്കാൻ പറഞ്ഞിട്ട് കേൾക്കില്ല. പിന്നെ ഞാൻ അങ്ങനെ നടക്കാൻ തുടങ്ങി. എന്താ അവിടെ എന്തൊക്കെയോ വലിച്ചിരിക്കുന്നുണ്ട്. നല്ലോണം നടക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ ഓടിയിട്ട് വീഴാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അമ്മേനൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിൽ ഇവിടെ സെലക്ടിങ് കഴിഞ്ഞിട്ടില്ല, വീണ്ടും സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചിറ്റേൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് സംസാരിച്ചു കൊടുക്കുന്നുണ്ട്. ഓരിവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എപ്പോഴും കിച്ചു വെറുതെ മേലെ പോയിട്ട് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരികയാണ്. അവന് കുറവാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. അതാണ് അവൻ്റെ മുഖത്തത്തെ ഭാവങ്ങളൊക്കെ. വീഡിയോ എടുക്കുമ്പോൾ മാത്രം അവൻ്റെ ഭാവങ്ങളൊക്കെ ഓരോ മാറ്റം ഉണ്ടാവും. അവൻ അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് വരികയാണ്. വീഡിയോ എടുക്കുന്നതൊക്കെ ഇടയിൽ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത്ര നേരമായിട്ട് ഒരു ഡ്രസ്സ് നോക്കുന്ന കഴിഞ്ഞിട്ടില്ല. ഇതുവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞില്ല. എപ്പോഴും സെലക്ട് ചെയ്ത് കൊടുക്കുക. കിച്ചുവിനവിടെ ബോറടിച്ചിട്ട് നിൽക്കാനേ പറ്റില്ല. അവന് വേറൊരു പണിയില്ലല്ലോ. അതുകൊണ്ട് അവന് അവിടെ ഡ്രസ്സിൻ്റെ സാധനത്തുമേൽ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എനിക്കൊരു ഡ്രസ്സ് സെലക്ട് ആയി കേട്ടോ. അപ്പോൾ അതിടാൻ വേണ്ടി ഞങ്ങൾ ട്രയൽ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യെല്ലോ കളർ ഡ്രസ്സാണ്. നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ്, നല്ല ഭംഗിയെടുക്കണേ. ഇനി ഇവിടെ അച്ഛനാണ് ഡ്രസ്സ് എടുക്കുന്നത്. അച്ഛൻ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ്. ഇത് മറ്റേ ബോയ്സിൻ്റെ ഏരിയ കേട്ടോ. ഇവിടെ ഉണ്ട് കുറേ ഡ്രസ്സുകളൊക്കെ. താഴെ മറ്റേ സാരികൾ, അതൊക്കെ ഇവിടെ ഷർട്ടും ബനിയനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഇപ്പം കിച്ചു അമ്മേൻ്റെ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്നത് കണ്ടിട്ട് എല്ലാ സ്ഥലത്തും വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ചിറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുന്നുണ്ട്. ഇവിടെ ഇതൊക്കെ ആട്ടോ ഷർട്ടുള്ളത്. അവൻ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞിട്ടില്ല, എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് കുറവുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ വരാൻ. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. പിന്നെ ഞാൻ വീണ്ടും ഫോൺ നോക്കാൻ തുടങ്ങി. അവിടെ ഇരിക്കുന്നു, നിൽക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. തല കുത്തി മറി എന്തൊക്കെയോ പണിയുണ്ട് കേട്ടോ അവൻ ചെയ്യുന്നത്. ഇപ്പോൾ അവൻ ചെയ്യുന്നത് ആ ഡ്രസ്സിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അതിൻ്റെ ആ ഹോളിൽ നിന്നിട്ട് അങ്ങോട്ട് നോക്കുകയാണ്. ഇതാണ്, വേറൊരു പണിയില്ലാത്തതുകൊണ്ട് അത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അവൻ കഴിക്കുന്നത്. വേറൊരു സ്ഥലവും ഇല്ലാത്തതുകൊണ്ട്. കുറേ നേരമായി ഗൈസ് വന്നിട്ട്. അതുകൊണ്ട് ബോറടിച്ച് ഞാൻ പുറത്തിരിക്കുകയാണ്. സമയം ഇപ്പോൾ രാത്രിയൊക്കെ ആവാനായിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏതൊരു മാഗസിൻ എന്തോ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിങ്ങനെ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞ വീഡിയോ എടുക്കേണ്ടത്. അതാണ് ഞാൻ നോക്കുകൊണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞില്ലായിരുന്നു. പിന്നെ കിച്ചു വായിക്കാൻ തുടങ്ങിയ ബുക്ക്. കുറേ വീഡിയോസ് ഇല്ലേ ഗൈസ്, ഞാൻ എടുക്കുന്നത് അറിഞ്ഞില്ല. അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്, ഓരോരോ ഭാവങ്ങളായിട്ട്. സോ ഗായ്സ്, ഇതാണ് ഞാൻ ഒരു പണിയില്ലാതെ നിൽക്കുകയാണ്. പിന്നെ കിച്ചു ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവിടേക്ക് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട്. ഓൻ അതിൻ്റെ ഉള്ളിലാണ്, ഞാനാണെങ്കിൽ പുറത്തുമാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ തിന്നാൻ വേണ്ടി 2 സാധനം വാങ്ങിയിട്ടുണ്ട്. ആ ഫ്രൂട്ടി കുടിച്ച് കഴിഞ്ഞ് പിന്നെ തിന്നില്ല, ഇതുവരെ തിന്നണം. അങ്ങനെ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയതാണ് ഫുഡ് കഴിക്കാൻ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടുള്ളൊരു ഹോട്ടലാട്ടോ. നല്ല ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല പർപ്പിൾ, പിന്നെ അതേപോലത്തെ പിങ്കൊക്കെ ആ ഷെയ്ഡിലൊരു കളർ വെള്ളമൊക്കെയാണ് കെട്ടിയിരിക്കുന്നത്. കിച്ചു ആണെങ്കിൽ അവിടെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ, അവൻ്റെ മുഖം കാണാതെക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ഫുഡ്
എനിക്കും കിച്ചുവിനും മന്തിയും പിന്നെ ബാക്കി എല്ലാവർക്കും പൊറോട്ടയാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. മന്തി എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള മന്തി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, സാധാ മന്തിൻ്റെ ടേസ്റ്റ് അല്ല, ഒരു ഡിഫറെൻറ്റ് പോലത്തെ ടേസ്റ്റ്. അങ്ങനെ അവിടെ പൊറോട്ട എല്ലാവരും കഴിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ SM സ്ട്രീറ്റിലേക്ക് ഇറങ്ങാൻ വിചാരിച്ചിട്ടുണ്ട്. രാത്രിയാണ്ട് നല്ല രസമുണ്ട് കേട്ടോ അത് കൂടെയൊക്കെ നടക്കാൻ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വാങ്ങണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ എന്തായാലും നല്ല തിരക്കുണ്ട് ഗൈസ്, ഇവിടെ തിരക്കിന് ഒരു കുറവുമില്ല, തിരക്ക് എന്തായാലും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കൂടെയൊക്കെ നടക്കുകയാണ്. അതിനിടയിൽ ഞങ്ങൾ കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാട്ടോ. ഞാനിതാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. അമ്മയും കിച്ചു അവിടെ എന്തോ ഒരു വാങ്ങാൻ വന്നതാണ്. ഇവിടെയാണ് അമ്മയും കിച്ചു ഉള്ളത്. കിച്ചുവിനാണെങ്കിൽ മറ്റേ സാധനമല്ലേ കണ്ണ് വച്ച് നോക്കുന്ന ബൈനോക്കുലർ, ആ സംഭവം അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്മ ഇവിടെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങാൻ വന്നാട്ടോ. ഞങ്ങളാണെങ്കിൽ ഇവിടെ വെറുതെ നോക്കിയിട്ടുണ്ട്. കിച്ചു അതിന് സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുകയാണ്. അങ്ങനെ ഗായ്സ് കിച്ചു ഈസ് ഡ്രിങ്കിങ് വാട്ടർ, അപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.